കുരുക്ഷേത്ര യുദ്ധത്തിലൂടെ തന്റെ വംശം മുഴുവൻ നാശത്തിലേക്ക് അടുക്കുന്നുവെന്ന ഭയാനകമായ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രപത്നിയായ ഗാന്ധാരി സഹോദരനായ ശകുനിയെ ശപിക്കുന്നുണ്ട്. കുരുവംശത്തോടൊന്നടങ്കം പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്ത് ഗാന്ധാരദേശത്തു നിന്നും വന്ന സുബലപുത്രനായ ശകുനി അതിൽ 100% വിജയിക്കുകയും ചെയ്തിരുന്നു. വളരെ ചെറുപ്പം മുതലേ സഹോദരിയുടെ പുത്രന്മാരുടെ മനസ്സിൽ വിഷം നിറച്ച് വൈരാഗ്യബുദ്ധിയും സ്പർദ്ധയും വളർത്തുക എന്ന കുതന്ത്രത്തിലൂടെ ഹസ്തിനാപുരം രാജവംശത്തിൽ അസ്വസ്ഥതകളുടെ കെട്ടഴിച്ചുവിട്ടു ഗാന്ധാരൻ. സഹോദരന്റെ ചെയ്തികൾക്കെല്ലാം മൂകസാക്ഷിയായി നിന്നിരുന്ന ഗാന്ധാരി വംശം നാശത്തിന്റെ വക്കിലെത്തിയപ്പോൾ ശകുനിയുടെ രാജ്യവും ഈ വിധം നാശവും അസ്വസ്ഥതകളും നേരിടേണ്ടി വരുമെന്ന് ശപിക്കുന്നു. അസാമാന്യ ബുദ്ധിമതിയും യോഗിനിയുമായ സുബലകന്യകയുടെ ശാപം എന്തായാലും സത്യമായി തീർന്നിട്ടുണ്ട്. അന്നത്തെ ഗാന്ധാരമാണ് ഇന്നും അസ്വസ്ഥതകൾ വിട്ടൊഴിയാത്ത അഫ്ഗാനിസ്ഥാൻ.